ഏവർക്കും സുപ്രഭാതം. ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് ഭൂമിയുടെ ഉറവുകൾ തുറന്ന് ഭൂതലം മുഴുവൻ വെള്ളത്താൽ മൂടപ്പെട്ട സാഹചര്യത്തിൽ നോഹയും കുടുംബവും പെട്ടകത്തിന്റെ ഉള്ളിലായിരുന്നു. എന്നാൽ ഭൂമിയിൽ വെള്ളം താഴ്ന്നോ എന്നറിയുവാനായിട്ട് ആദ്യമായി ഒരു മലങ്കാക്കയാണ് നോഹ പെട്ടകത്തുനിന്ന് പുറത്തേക്ക് വിട്ടത്. ആ കാക്ക പോയും വന്നുകൊണ്ടിരുന്നു എന്ന് നാം വായിക്കുന്നു. അതിനുശേഷം ഒരു പ്രാവിനെ വിട്ടു. ആ പ്രാവ് പറന്നുപോയി നിലത്ത് ചവിട്ടുവാൻ ഇടയില്ലാതെ വളരെ പെട്ടെന്ന് തിരികെ വന്നു. പിന്നെയും 7 ദിവസത്തിന് ശേഷം ഈ പ്രാവിനെ വെളിയിൽ വിട്ടു. ആ പ്രാവ് ഒരു ഒലിവ ഇല അതിൻ്റെ ചുണ്ടിൽ കടിച്ചെടുത്തുകൊണ്ട് നോഹയുടെ അടുക്കിലേക്ക് വന്നു. അപ്പോൾ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു എന്ന് നോഹയ്ക്ക് മനസ്സിലാക്കുവാൻ ഇടയായിട്ട് തീർന്നു. ആ പെട്ടകത്തിൽ നിന്നും പുറത്തുപോയ 2 ജീവികൾ 2 സ്വഭാവത്തെ സൂചിപ്പിക്കുകയാണ്. ഒന്ന് കാക്ക, അത് വന്നും പോയും കൊണ്ടിരുന്നു. കാരണം അതിന് ഏറ്റവും സ്വാദിഷ്ടമായ, അത് ഏറ്റവും ആഗ്രഹിക്കുന്ന ചില കാഴ്ചകളാണ് അതിന് കാണുവാൻ കഴിഞ്ഞത്. കുത്തിപ്പറിക്കുവാൻ അഴുകിയ നിരവധി മാംസങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അത് കുത്തിപ്പറിച്ച് സന്തോഷമുള്ള ഒരു കാക്കയായി മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ ഒരു പ്രാവ് നിലത്ത് പോലും കാൽ വയ്ക്കുവാൻ കഴിയാതെ, കാക്കയ്ക്ക് ഇരിക്കുവാൻ കഴിയുന്നിടത്ത് പ്രാവിന് ഇരിക്കുവാൻ കഴിയാത്തത് കൊണ്ട് അത് പെട്ടെന്ന് മടങ്ങി പെട്ടകത്തിനുള്ളിലേക്ക് വരുവാൻ ഇടയായിട്ട് തീർന്നു. ഈ 2 സ്വഭാവം മാനുഷികമായിട്ട് നമുക്കും ഉണ്ടാകാം. ഏത് മേഖലയാണ് നാം തിരഞ്ഞെടുക്കുന്നത്? നമ്മുടെ സ്വഭാവം എത്തരത്തിലുള്ളതാണ്? അഴുകിയതും ചീഞ്ഞതുമായിരിക്കുന്ന, ദുഷിച്ചതായിരിക്കുന്ന, ദുർമാർഗമായിരിക്കുന്ന മേഖലകളിലാണോ നാം കൂടുതൽ സഞ്ചരിക്കുകയും സമയം ചിലവഴിക്കുകയും ചെയ്യുന്നത്? നമ്മുടെ പാദങ്ങൾ ഏത് വഴിയിലാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് പരിശോധിപ്പാൻ ഇടയാകട്ടെ. അതിനേക്കാൾ ഏറ്റവും നല്ലത് പ്രാവിനെ പോലെ നിഷ്കളങ്കമായ മാർഗത്തിൽ നമുക്ക് ഓരോ ദിവസവും മുമ്പോട്ട് പോകുവാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ധന്യമാണ്. അതുകൊണ്ട് ഇന്ന് പകലിൽ നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.